അവൻ്റെ വിശ്വാസം. അവനോട് ഞാൻ ഒരുപാട് പറയാൻ നോക്കിയതാ, പക്ഷേ അവനൊരിക്കലും എന്നെ വിശ്വസിക്കില്ല. അതെനിക്കറിയാം. ഹോബിച്ചായ, അന്ന് സത്യത്തിൽ എന്താ അവിടെ നടന്നേ? എന്താണ് കാര്യങ്ങളൊക്കെ തെളിച്ചൊന്ന് പറയേ. അന്ന് ഫെലിക്സ് വിളിച്ചിട്ടാ ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അവൻ വിളിച്ച് നിച്ചുവിന് സുഖമില്ല എന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ അങ്ങോട്ട് വേഗം പോരുമായിരുന്നു. അതുകൊണ്ട് തന്നെ റെക്സിക്ക് ഇവിടെ നിങ്ങളോട് ആരോടും കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. ലെക്സി, എന്താടാ, എന്താ നിച്ചുവിന് പറ്റിയേ? അവളെവിടെ? നീ എന്തൊന്നും പറയാത്തേ? ഫെലിക്സേ, എന്താടാ പറ്റിയേ? നിങ്ങളാരും ടെൻഷനാവൊന്നും വേണ്ട. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് തലമിനി വീണു. ഞാൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇപ്പോൾ ഓക്കെയാണ്. എന്നിട്ട് അവളെവിടെ? അവളിപ്പോൾ ഉറങ്ങുകയാണ്. ആൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പല്ലേടാ ഫെലിക്സേ? ഇല്ലടാ, കുഴപ്പമൊന്നുമില്ല. എന്നാ റെക്സി, ഞാനൊന്ന് ചെല്ലട്ടെ. ആകെ ടയേർഡായിരുന്നു. ഇനി ഇന്ന് നൈറ്റ് പറ്റുവാണെങ്കിൽ ഡ്യൂട്ടിക്ക് കയറണം. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും കേട്ടോ. ശരിടാ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാം. നീ പൊക്കോ. ബെന്നി, എന്താടാ? നിനക്ക് നിച്ചുവിനെ ഇഷ്ടമാണോ? അതെന്താടാ അങ്ങനെ ചോദിക്കുന്നത്? അവളെ ആർക്കാ ഇഷ്ടമില്ലാത്തത്? എനിക്കിഷ്ടമാണല്ലോ. എങ്ങനത്തെ ഇഷ്ടം? നിങ്ങൾ അഫെയർ? നീ എന്താ പറയുന്നേ? ഞങ്ങൾ അങ്ങനെ, ഞാൻ അവളെ എൻ്റെ സിസ്റ്ററെ പോലെ തന്നെ കണ്ടിട്ടുള്ളത്. അവളും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് അങ്ങനത്തെ റിലേഷനൊന്നുമില്ല. നീ വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്നു. ആണല്ലേ? എന്നാ ഓക്കെടാ, നീ പൊക്കോ. റെക്സി, നമുക്കൊന്ന് പുറത്തു പോയാലോ? കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടായിരുന്നു. എന്താടാ, നീ ഒന്നും പറയുന്നില്ലല്ലോ? എന്തു പറ്റി? നിച്ചുവിനെ പറ്റിയാണോ നിനക്ക് പറയാനുള്ളത്? എനിക്ക് അവളെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. ഇന്നലെ ഞാൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഷീസ് പ്രഗ്നൻ്റ്. അവള് 2 months പ്രഗ്നൻ്റ് ആണ്. വാട്ട്? നീ എന്താ പറയുന്നത്? അവളെങ്ങനെ? എടാ, അവള് ഒരാളുമായിട്ട് റിലേഷനിലാണ്. ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. എടാ, ആരുമായിട്ട് അവൾക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ അവൾക്ക് എന്നോട് തുറന്നു പറയാലോ. അതിനുള്ള ഫ്രീഡം ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ലേ? ആരുമായിട്ടാ? ആരാടാ? എടാ, നമുക്ക് അറിയുന്ന ആൾ തന്നെയാ.